ചങ്കള ഈ സാധനം എന്താന്ന് മനസ്സിലായ നിങ്ങൾക്ക്? ഇതാണ് പരുത്തി നൂല് എന്ന് പറയുന്ന സാധനം. ശുദ്ധമായ നാച്ചുറൽ കോട്ടൺ. നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞിട്ടായി നല്ല തലക്കണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. തലക്കണി അതേമാതിരി കടക്കയ്ക്ക് ഇതിൻ്റെ മുത്തുകളാണിത്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ അതൊക്കെ രസം. ശുദ്ധമായ ഒരു കൃത്രിമല്ലാത്ത പഞ്ഞിന്ന് പറയും. ഇതുണ്ടോ സംഭവമേ വേറെ ലെവലാട്ടോ. പ്രകൃതിയിൽ നിന്നുണ്ടാണ് ഓരോ സാധനങ്ങളാണ്. ഇതിനൊന്നും കവിച്ചേക്കാം. എന്ത് കോട്ടനെ കഴിയാം. ഇത് എന്താ അതിൻ്റെയൊക്കെ കഥ, എന്താ ഇതിൻ്റെയൊക്കെ സത്യം എന്ന് പടച്ചോനെ മാത്രമേ അറിയുള്ളൂ. നല്ല ഉഷാറ് പൂവുകളെ നോക്കണേ. പഞ്ഞിതാ വേറിട്ട് നിൽക്കും. ഇതാ എടുക്കാൻ ഇതുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്. ഒഴിവില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ടതുകൊണ്ട് ഇങ്ങനെ തലക്കണി ഉണ്ടാക്കിയുണ്ടല്ലോ. സംഭവം വേറെ ലെവലായി കാര്യം കണ്ടോ. കാണാൻ തന്നെ രസം. ഒരു 3 മരമുണ്ട്. 3-4 മരം നോക്കുകയാണെങ്കിൽ കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കാണല്ലേ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടത് ഏകദേശം ഇത് പാറി പോകാനായി. അതായത് നല്ല പ്രായമായി എന്നർത്ഥം. മൂപ്പയിക്കണം നടത്തം കണ്ടോ. ചെറുപ്പത്തിലൊക്കെ പെരുന്നാക്കൊക്കെ പള്ളിക്കൊക്കെ പോകുമ്പോഴേ 10 റുപ്യക്ക് ഒരു സെൻറ്റും കുപ്പി വാങ്ങും. ആ സെൻറ്റും കുപ്പി വാങ്ങിയിട്ട് ഇതേമാതിരി ചുരുട്ടി മടക്കിയിട്ടൊരു ഉരുണി ചെവിടെ ഇതിൽ വെക്കും. അന്നിപ്പോൾ ഇന്നത്തെ കാലത്തെ മാതിരി സ്പ്രേയൊക്കെ ഒന്നും വാങ്ങാൻ കജ്ജിൽ കായില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കാലം. ഇതങ്ങനെ ഒരു ഉരുണി അത് ഈ ചെവിടെ ആ മേലെ കയറ്റി വെക്കും. അങ്ങനെയൊക്കെ ഒരു കാലം നോക്കുകയാണെങ്കിൽ സംഭവം വേറെ ലെവലാട്ടോ. ഇതൊരു അറബിപ്പരയുടെ മുമ്പിലാണ്. ഇത് നോക്കണേ മേലേക്ക് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതൊക്കെ. ഇതേമാതിരി ഇതെവിടെ ഉണ്ട്. ഇതൊക്കെ പ്രായമായിക്കണു. അതായത് പാറിപ്പോകാറായിക്കണു കണ്ടോ. ഇതൊന്നുമില്ല പാറാൻ. സംഭവം രസമാണ്. പക്ഷെ ഇതിനെപ്പറ്റി അറിയാനായിട്ടാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഈ ഭാഗം മൊത്തം ഇങ്ങനെ തന്നെയാണ്. ഇതുണ്ട് ഏതോ ഒരു തോട്ടത്തിൽ ചെന്ന മാതിരി ഒരു 4-5 മരമുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഉണ്ടോ വേറെ ലെവല. ഇതാണ് അപ്പോൾ ശുദ്ധമായ കോട്ടൺ. പരുത്തി എന്നൊക്കെ പറയും. പരുത്തി എന്താ അറിയില്ല. പരുത്തി നൂല് എന്നൊക്കെ പറയുന്ന സാധനമാണെന്ന് തോന്നുന്നു. പരുത്തിക്കായ എന്നൊക്കെ പറഞ്ഞതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ഇതുകൊണ്ട് അടിയിൽ കൂടെയൊക്കെ അത് വീണ് കിടക്കണം. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതോടെ അതിൻ്റെ പച്ചക്കായ. ഇതിൻ്റെ പച്ചക്കായാണ്. ഇതൊക്കെ അതിൻ്റെ പച്ചക്കായ. ഇതൊക്കെ പൊട്ടി അങ്ങേറ്റെത്തി. ഇതൊക്കെ പറ്റ നനഞ്ഞു. ഒന്നിനും പറ്റില്ല. ഇത് ഈ കോലത്തിലേക്കണം. അപ്പം എന്നാൽ ശരി. ഇതൊക്കെ ഇതായി വരുന്നു. ഇതൊക്കെ തൂങ്ങി നിൽക്കണു. ചിലത് ഇതിന്ന് പൊട്ടാണ്ട് ഇതിന്ന് പൊട്ടി വരാണ്ട്. ഇതിനുള്ളിൽ ഇതാ പൊട്ടിയത് ഇവിടെയൊക്കെ നിൽക്കണു. ഇതുമാതിരി ഇവിടെ തക്കണം. ഇതുണ്ടോ പ്രകൃതിയിൽ നിന്നുണ്ടാണ് എന്തും. അതൊരു സംഭവം തന്നെയാണ്. ഇതുമാതിരി ഇതിൻ്റെ 4 പുറം നടക്കുകയാണെങ്കിലുണ്ടോ ഒക്കെ പ്രകൃതിയിൽ നിന്നുണ്ടാണ് സാധനങ്ങളൊക്കെ എന്നും ഒന്നിക്കൊന്നിനും മെച്ചാണ്. ഇപ്പം എല്ലാ മനുഷ്യന്മാരെ വരെ ഉണ്ടാക്കുന്ന കാലമാണ്. എന്നാലും പണ്ടത്തെ കാലത്തൊക്കെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കടക്കിയും ബെഡും കോസടിയും തലക്കണിയൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് തലക്കണിന്ന് ഇപ്പം ഞാൻ പറഞ്ഞാൽ ചിലവർക്ക് ചിലപ്പോൾ ഇനി അറിഞ്ഞില്ല എന്ന് വരും. ഫില്ലോ എന്ന് പറയും. മലയാളത്തിൽ തലയിണ എന്നൊക്കെ പറയും. ഞങ്ങളുടെ ഭാഗത്തൊക്കെ തലക്കണി എന്നൊക്കെ പറയില്ല. ഇതുണ്ടില്ലേ നല്ല അടിപൊളി പന്നികൾ. അപ്പം എന്നാൽ ശരി. ഏകദേശം അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ പരുത്തി നൂലിനെ പറ്റിയിട്ട് പരുത്തിക്കായനെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടുത്തിയാണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാത്തൊരുപാട് ആൾക്കാരുണ്ടാവും. ഓർക്ക് വേണ്ടി ചെയ്താട്ടോ. ഇതിൻ്റെ ഇല നമ്മളെ കറുവത്തുങ്ങളുടെ ഇലടമായിരിക്കാം. വലിപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്നാൽ ശരി. എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ. ഇന്നത്തെ വിശേഷം.